ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. നമസ്കാരം. നമസ്തേ. മോർണിംഗ്. ആ അതിങ്ങ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. OP 95/19 മരുതകം വീട്ടിൽ കൃഷ്ണപിള്ള മകൻ അനന്തകൃഷ്ണൻ, അങ്ങാടിക്കൽ കളത്തിൽ പറമ്പിൽ വർഗീസ് മകൾ ആൻസി വർഗീസ്. I am for the complainant, sir. I am for the respondent, sir. കംപ്ലൈനന്റ് വന്നിട്ടുണ്ടോ? Yes, sir. പെറ്റീഷണറോ? Yes, sir. വിളിക്കൂ. വരൂ. രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല സർ. ആൻസി വർഗീസിനോ? താല്പര്യമില്ല സർ. ഇരുന്നോളൂ. റെസ്പോണ്ടന്റിന് എന്താ പറയാനുള്ളത്? മിലോഡ്, രണ്ട് കുട്ടികളുടെ അമ്മയാണ് ആൻസി വർഗീസ്. 12 വയസ്സുള്ള ആൺകുട്ടിയും 8 വയസ്സുള്ള പെൺകുട്ടിയാണ് അവർക്കുള്ളത്. രണ്ട് കുട്ടികളുടെയും സംരക്ഷണ ചുമതല അവരുടെ മാതാവിന് തന്നെ അനുവദിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കംപ്ലൈന്റിന് വേണ്ടി എന്താണ് പറയാനുള്ളത്? യെസ് യുവർ ഓണർ. കുട്ടികളുടെ അവകാശത്തിന്റെ കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിക്കാനുണ്ട്. പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. 12 വയസ്സും 8 വയസ്സും മാത്രം പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. പൂങ്കുളം ഭാരതീയ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയും 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് അവർ. അവരുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ പോലും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. ഇക്കാലത്ത് ഏത് കാരണം കൊണ്ടാണെങ്കിൽ പോലും വിദ്യാഭ്യാസം മുടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് അത്യപൂർവമാണ് യുവർ ഓണർ. ഇക്കാലത്ത് പാരന്റ്സ് കുട്ടികളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെയേറെ കോൺഷ്യസ് ആണ്. പക്ഷേ ഈ കുട്ടികളുടെ മാതാവ് ആൻസി വർഗീസ് അവരുടെ ഭർത്താവിൽ നിന്നും മാനസികമായി അകന്ന് അവരുടെ സ്വന്തം നാടായ തോണിക്കരയിലേക്ക് കുട്ടികളെയും കൂട്ടി പോവുകയായിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതേ സ്കൂളിൽ തുടരാനുള്ള സാഹചര്യം നിലനിൽക്കെ കുട്ടികളുടെ സംരക്ഷണം, കുട്ടികളുടെ തുടർ പഠനത്തിന് വിഘ്നം വരാത്ത രീതിയിൽ കുട്ടികളെ കൂടെ നിർത്താനുള്ള മാനസികമായ തയ്യാറെടുപ്പിലായിരുന്നു എന്റെ കക്ഷിയായ അനന്തകൃഷ്ണൻ. കുട്ടികളെ തിരിച്ച് അവരുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കാനുള്ള ശ്രമം അനന്തകൃഷ്ണൻ നടത്തിയെങ്കിലും അതിനുള്ള അനുവാദം കൊടുക്കാതിരിക്കുകയായിരുന്നു ശ്രീമതി ആൻസി വർഗീസ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു സർ. ആൻസി വർഗീസിന്റെ കുട്ടികളെ അവരുടെ നാട്ടിലെ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചിട്ട് അവിടെ പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആൻസി വർഗീസ്. അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ ആൻസി വർഗീസിന്റെ മൂത്ത മകൻ ഹോസ്പിറ്റലാവുകയും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയുമായിരുന്നു. അതുമാത്രമല്ല സർ, കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പ്രൊസീഡ്. ആൻസി വർഗീസ് അനന്തകൃഷ്ണനിൽ നിന്ന് വിവാഹമോചനം തേടി ഈ കോടതിയിൽ എത്തുന്നതിനും ഒരു കാരണമുണ്ട്. ആൻസി വർഗീസിന്റെ പേരിൽ പ്രചരിച്ച ഒരു വ്യാജ വീഡിയോയുടെ പേരിൽ നിർദാക്ഷിണ്യം അവരെ കുടുംബത്തിൽ നിന്നും പുറത്താക്കി ഗേറ്റ് അടക്കിയായിരുന്നു. അവിടെ വെച്ച് എങ്ങോട്ട് പോകണമെന്നറിയാതെ ആൻസി വർഗീസ് അവരുടെ കുട്ടികളെയും കൊണ്ട് അവരുടെ തറവാട്ട് വീട്ടിലേക്ക് പോകുമായിരുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. ആൻസി വർഗീസിന്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും
ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഗവൺമെന്റ് സംവിധാനമായ സീഡാക്കിൽ അവർ സമീപിക്കുകയും മുഖ്യമന്ത്രിയും DGPയും ഉൾപ്പെടെയുള്ളവർ ആൻസി വർഗീസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടും ആൻസി വർഗീസിന്റെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ഇടപെടലിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ സീഡാക്കിലെ റിസൾട്ട് ആൻസി വർഗീസിന് വീണ്ടും പോസിറ്റീവായിട്ട് മാറുകയായിരുന്നു. അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഞങ്ങൾ ഹൈദരാബാദ് ഒബ്ജക്ഷൻ യുവർ ഓണർ. Objection sustained. You can proceed. താങ്ക് യു യുവർ ഓണർ. താങ്ക് യു യുവർ ഓണർ. ആൻസി വർഗീസിന്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസും കുടുംബ കോടതിയിലെ ഇപ്പോഴത്തെ ഈ കേസും കോർത്തിണക്കി കുട്ടികളുടെ സംരക്ഷണം നേടിയെടുക്കാനുള്ള ശ്രമമാണ് ആൻസി വർഗീസ് അവരുടെ തന്നെ വക്കീലായ ശ്രീ KGS വഴി ശ്രമിക്കുന്നത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. Yes, you proceed. താങ്ക് യു സർ. താങ്ക് യു സർ. കുടുംബ കോടതിയിൽ നടക്കുന്ന ഈ വിവാഹമോചന കേസിന്റെ മുഖ്യ കാരണം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് ഈ രണ്ട് കേസും കോടതിയുടെ പരിഗണനയിൽ വെച്ച് മാത്രമേ ആൻസി വർഗീസിന് നീതി ലഭിക്കൂ എന്ന് മാത്രമാണ് എനിക്ക് കോടതിയെ ബോധിപ്പിക്കാനുള്ളത്. നീതിക്ക് വേണ്ടിയുള്ള അയാളുടെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് സർ. കേന്ദ്ര ഏജൻസിയായ CFSലൂടെ വ്യാജ വീഡിയോയുടെ ഉറവിടം ജനസമക്ഷത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് അവരിപ്പോഴും. Yes. ഈ വ്യാജ വീഡിയോയുടെ കേസും ഫാമിലി കോർട്ട് കേസും ഒരുമിച്ച് വായിക്കാൻ ഈ കോടതിക്ക് താല്പര്യമില്ല. മിസ്റ്റർ KGS, താങ്കൾ ഇങ്ങനെ ഒരു കേസ് ഏറ്റെടുത്ത് ശ്രീമതി ആൻസി വർഗീസിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നുണ്ടല്ലോ, അതവിടെ നടന്നോട്ടെ. ഈ കോടതിക്ക് തീരുമാനിക്കാൻ കഴിയുന്നത് കുട്ടികളുടെ സംരക്ഷണ ചുമതലയുടെ കാര്യം മാത്രമാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ മാതാവും പിതാവും ഒരുമിച്ചെടുക്കുന്ന തീരുമാനത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഇവിടെ രണ്ടുപേരും കുട്ടികളെ ആവശ്യപ്പെട്ട് നിൽക്കുകയാണ്. ഫാമിലി കോടതിക്ക് അപ്പുറത്ത് വലിയൊരു കേസ് നടക്കുമ്പോൾ കുട്ടികളുടെ ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ കോടതിക്ക് ആശങ്കയുണ്ട്. ഇസ്മയിലിന് എന്തെങ്കിലും സൊല്യൂഷൻ പറയാനുണ്ടോ? യെസ് യുവർ ഓണർ. യുവർ ഓണർ, ആൻസി വർഗീസിന്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യം അങ്ങ് തന്നെ ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചീറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. തിരുവല്ലം സ്റ്റേഷനിൽ ചീറ്റിംഗ് കേസിൽ FIR ഇട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയും മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തേക്ക് ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവരുടെ കുട്ടികളുടെ അനാഥത്വം ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അവരുടെ തോണിക്കരയിലെ തറവാട്ടിൽ നിന്നും അവരുടെ ബന്ധുവായ യോഹന്നാൻ കുഴിമന്തിക്കാട്ട് ക്രിമിനൽസിന്റെ താവളമായ ആ കോളനിയിലേക്ക് താമസിപ്പിക്കുകയുമായിരുന്നു. ഇതിൽ നിന്നൊക്കെ കുട്ടികളുടെ അനാഥത്വം കോടതിക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ. മാത്രമല്ല, സ്ത്രീ സമൂഹത്തിന് മുഴുവനും നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ജീവിതം നയിച്ച ഫാഷൻ ഡിസൈനർ കൂടിയായ ശ്രീമതി ആൻസി വർഗീസിന്റെ ചരിത്രം ഈ കോടതിക്ക് ഇതിനകം ബോധ്യപ്പെട്ട് കാണുമല്ലോ. ആയതിനാൽ അവരുടെ മക്കൾക്ക് അവരുടെ പിതാവിനോടൊപ്പം അവരുടെ തറവാട് വീട്ടിൽ കഴിയാനും തുടർ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമൊരുക്കാനും ബഹുമാനപ്പെട്ട കോടതി സാഹചര്യമൊരുക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രൊസീഡ്. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ഇസ്മയിൽ വക്കീൽ ആൻസി വർഗീസിനെ കുറിച്ച് കോടതിയുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനമായിട്ടും ആൻസി വർഗീസ് സ്ത്രീ സമൂഹത്തെ മുഴുവൻ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാമർശമാണ്. അദ്ദേഹത്തിൻ്റെ പരാമർശം യഥാർത്ഥത്തിൽ സ്ത്രീ സമൂഹത്തെ മാത്രമല്ല പുരുഷ സമൂഹത്തെ കൂടി പരിഹസിക്കുന്നതിന് തുല്യ. ഈ ഇസ്മയിലും ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ഒരു മാതാവിൻ്റെ മക്കളാ. ആൻസി വർഗീസും ഒരു മാതാവാ, 2 കുട്ടികളുടെ അമ്മ. കേരളത്തിലെ സ്ത്രീ സമൂഹം മുഴുവൻ ഫാഷൻ ഡിസൈനർ എന്ന നിലയിൽ ആരാധനയോടെ കണ്ടിരുന്ന സ്ത്രീയാ ആൻസി വർഗീസ്. സമൂഹത്തിന് മാതൃകയായി വളർന്നു വരുന്ന സ്ത്രീ ശക്തികളെ അടിച്ചമർത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വേറെ ഒരു ശക്തി ഈ സമൂഹത്തിൽ പാരലായിട്ട് വളർന്നു വരുന്നുണ്ട്. ആ ശക്തിയാണ് ആൻസി വർഗീസിന്റെ പേരിൽ ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ സ്ത്രീയുടെ പോരാട്ടത്തിൽ അവർ ജന്മം കൊടുത്ത 2 കുഞ്ഞുങ്ങളുടെ അവകാശമെങ്കിലും നഷ്ടപ്പെടരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട്
തുടർന്നുള്ള കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും അവരുടെ മാതാവിന് തന്നെ അനുവദിച്ചു കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. മരുതകം വീട്ടിൽ കൃഷ്ണപിള്ള മകൻ അനന്തകൃഷ്ണൻ, അങ്ങാടിക്കൽ കളത്തിപ്പറമ്പിൽ വർഗീസ് മകൾ ആൻസി വർഗീസ്. ഇരുവരുടെയും വിവാഹമോചന ഹർജിയിൽ ഈ കോടതി തീർപ്പ് കൽപ്പിക്കുകയാണ്. പന്ത്രണ്ട് വയസ്സും 8 വയസ്സും മാത്രം പ്രായമുള്ള കുട്ടികളുടെ സംരക്ഷണം, അവരുടെ തുടർ വിദ്യാഭ്യാസം എന്നിവയിൽ അവർ പ്രായപൂർത്തിയാകുന്നതുവരെ കൂടെ നിർത്തി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കുട്ടികളുടെ പിതാവിനായിരിക്കും. അവരുടെ അമ്മയായ ആൻസി വർഗീസിന്റെ പേരിലുള്ള ഇമ്മോറൽ ഇഷ്യൂസ് കുട്ടികളുടെ ഭാവിക്ക് തടസ്സമാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടും കുട്ടികൾ അവർക്ക് കൂടി ആഗ്രഹിക്കുന്ന രീതിയിൽ തുടർ വിദ്യാഭ്യാസം നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും പിതാവായ അനന്തകൃഷ്ണനിൽ നിക്ഷിപ്തമായിരിക്കുമെന്നും ഈ കോടതി അറിയിക്കുന്നു. എല്ലാ മാസവും 2 അതിലേറെ ദിവസങ്ങളോ കുട്ടികൾക്ക് അവരുടെ അമ്മയെ കാണുവാനുള്ള അവസരം പിതാവായ അനന്തകൃഷ്ണൻ അനുവദിച്ചു കൊടുക്കണം എന്നും കോടതി അറിയിക്കുന്നു. ഞങ്ങൾക്ക് അച്ഛനെ അമ്മയും വേണോ അമ്മേ? പതുക്കെ മോനെ പതുക്കെ. ആൻസി സാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. വാ, ഞാൻ പറയട്ടെ. വാ, ഞാൻ പിടിക്കാം. വേണ്ട, മാറിക്കിടൂ. ഞാൻ പിടിക്കാം. എനിക്കറിയാം, മാറിക്കിടൂ. ബാ. മോളെ പോവാം. മോളെ ഇനി എന്തിനാ നോക്കിയിരിക്കുന്നത് ഇവിടെ? നമുക്ക് വീട്ടിൽ പോവാം. വാ മോളെ, പോകാം.
മോനെ ഋഷി, എന്താ അമ്മേ? നീ അറിഞ്ഞായിരുന്നോ? ഇല്ല. കുട്ടികളെന്താ അവള് കൊണ്ടുപോയോ? നമ്മുടെ ഇസ്മായിൽ വക്കീലേ മോശമൊന്നുമല്ല. ഇസ്മായിലിന്റെ മുന്നിലെ ഈ KGS ചരിത്രത്തിൽ ആദ്യമായി മുട്ടുമടക്കി തോറ്റു തുന്നം പാടി. അപ്പോ അവളുടെ 2 മക്കളും ചിറ്റപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ആ, ഇങ്ങോട്ട് കൊണ്ടുവരികയാ. ആ, അത് നന്നായി. മോനെ, അന്ന് കൈവിട്ടു പോയതാ. ഇപ്പൊ ദൈവം അനുഗ്രഹിച്ച് അനന്തൻ ആ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുവാ. ഇനി അതുങ്ങൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയെങ്കിലും അതുങ്ങള് ഈ തറവാട്ടിൽ തന്നെ വളരട്ടെ. അതുങ്ങൾ ഇവിടെ ഉള്ളതേ നമുക്കൊരു ധൈര്യമാ. ഈ വീട്ടില് കുഞ്ഞുങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടണം. ഉം. കുട്ടികൾ ഈ വീട്ടിൽ സുരക്ഷിതരല്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും വേണം, അവളെ തോന്നിപ്പിക്കുകയും വേണം. അതെ മോനെ, അത് തന്നെയാ ഞാൻ നിന്നോട് പറയാൻ വന്നത്. മോൻ അങ്ങോട്ട് ഇരിക്കെ, ഞാൻ പറഞ്ഞു തരാം. അതെ, പിള്ളേരെ രണ്ടുപേരെയും പിടിച്ച് അവളുടെ മുന്നിലോട്ട് നിർത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ പറയുന്നത് അവൾ അപ്പടി അനുസരിക്കണമെന്ന് പറയണം. ഈ മുഴുവൻ കേസും, കോടനാട് കേസും പരീക്ഷാ കേസും എല്ലാം KGS കൊണ്ട് പിൻവലിപ്പിക്കണം. അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ഈ കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ച് നീ എന്താവശ്യപ്പെട്ടാലും അവൾ അത് അനുസരിക്കും, സമ്മതിക്കും. KGS കൊണ്ട് സമ്മതിപ്പിക്കും. അതെനിക്ക് ഉറപ്പാ മോനെ. മമ്മി, അയാളും അവളും ഉണ്ടാക്കി വെച്ച എല്ലാ ഗുലുമാല കേസുകളും ക്ലോസ് ചെയ്യണം. അതല്ല ഇപ്പൊ നമ്മുടെ ആവശ്യം. വിട്ടാരെ, അതെനിക്ക് തന്നെ വിട്ടാരെ. ഞാൻ ആ കൊച്ചുങ്ങളെ പൊന്നുപോലെ നോക്കും. അത്രേ ഉള്ളൂ മമ്മി. എന്നാ മോനെ, നീ ഒരു കാര്യം ചെയ്യേ, മോളിൽ ചെന്നിട്ട് അവളോട് ഈ കാര്യം പറ. മമ്മി, അത് ഞാനല്ല പറയണ്ട, മമ്മി തന്നെ എന്ന് പറ. മമ്മിക്ക് അത് പറയാനുള്ള അർഹത. ചെന്ന് പറ. ഞാനേ രമേശിനെ ഒന്ന് വിളിക്കട്ടെ. വാർത്തയൊന്ന് കൊഴിപ്പിക്കണ്ടേ? ചെല്ല്. അൻസാരിക്ക, ഇല്ല, ഞാൻ കുഞ്ഞമ്മയെ വിളിച്ചില്ല. എന്തായാലും കുട്ടികളെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നേ. കുട്ടികൾക്ക് എന്നെ ഇഷ്ടാ, അവരെൻ്റെ കൂടെ കൂടിക്കോളും. ഏയ്, ഒരു കുഴപ്പമില്ല. ആ, ഞാൻ KGS സാറിനെ വിളിക്കാം. ആ, ഇപ്പൊ തന്നെ വിളിക്കാം. ആ, ഓക്കെ, ശരി. ആ ഡി, വിവരങ്ങളൊക്കെ അറിഞ്ഞോ ഡി? അനന്തകൃഷ്ണനും ആൻസി വർഗീസും തമ്മിലുള്ള ഡിവോഴ്സ് കേസ് ഇതിനു മുമ്പും വാർത്തയാ, ഇപ്പോഴും വാർത്തയാ. ഓരോ തവണ നിങ്ങൾ ആഘോഷിക്കാറില്ലേ, ഇപ്പോഴും നടക്കട്ടെ. എന്നെ അറിയിച്ച് സന്തോഷിക്കണ്ട. പിന്നെ കുട്ടികളോട് വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ആൻസി വർഗീസ് ഒരമ്മയാ. എൻ്റെ മുന്നിൽ ദേ നിൽക്കുന്നതും ഒരമ്മയാ. നൊന്ത് പ്രസവിച്ച 2 കുഞ്ഞുങ്ങൾ കൈവിട്ട് പോകുമ്പോ ഒരമ്മയും സന്തോഷിക്കില്ല. മമ്മി സന്തോഷിച്ചോ? ചെല്ല്, എല്ലാരെയും വിളിച്ചിട്ട് ഡിന്നറും കൂടി കൊടുക്ക്. എടി, നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വലിയ അസ്വസ്ഥതയാണെങ്കിൽ നിന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നീ KGS കൊണ്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞിട്ട് എന്താ അയപ്പിക്കാത്തെ? അയപ്പിക്കടി. എടി മോളെ, നീ ഏത് നോട്ടീസ് അയപ്പിച്ചാലും ഇപ്പൊ ഈ വീട്ടിലെ വിലാസക്കാരൻ ഋഷിയാ. ആ ഋഷി നിന്റെ ഭർത്താവായിരിക്കണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധവും ഇല്ല, അവനും ഇല്ല. എന്ന് വെച്ച എന്റെ മുമ്പിൽ നിൽക്കുന്ന മമ്മി ഒന്നേ പ്രസവിച്ചിട്ടുള്ളൂ, അത് ഋഷിയാണെന്നല്ലേ? അതെടി, അങ്ങനെ തന്നെയാ. എന്താ സംശയം? അങ്ങനെ ഉണ്ടെങ്കിൽ മമ്മി വലിയ വക്കീലല്ലേ? ആ അവകാശം ലീഗലി ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്ക്. എന്നിട്ട് തീരുമാനിക്കാം ഞാൻ ഇവിടുന്ന് പോണോ വേണ്ടയോ എന്ന്. മമ്മി ഫൈറ്റ് തുടങ്ങുകയാണെങ്കിൽ ഞാനും തുടങ്ങും. ആൻസി കുഞ്ഞമ്മയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കും, എന്നും നിൽക്കും, എപ്പോഴും നിൽക്കും. എന്തായാലും പല്ലവി കൃഷ്ണ മമ്മിയുടെ മകളല്ലെന്ന് പ്രൂവ് ചെയ്യാൻ നടക്കുകയല്ലേ. ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം. നീ വരുമ്പോൾ കള്ളനവൻ കഥ പറഞ്ഞു. അതെ, ഒന്ന് മാറിക്കേ. ഏതു നേരം അടുക്കള കയറി നിന്നാ എങ്ങനെയാ? ബാക്കിയുള്ളവർക്കൊന്നും ഉണ്ടായി കഴിക്കണ്ടേ? ഡി കൊച്ചേ, നിനക്ക് എന്തോ വേണ്ടതേ? നിന്റെ കെട്ടിയാൻ എന്തോ വേണ്ടതേ? ദോ അവിടെ ചോറ് ഇരിപ്പുണ്ട്, രാവിലത്തെ ദോശ ഇരിപ്പുണ്ട്. എന്തോന്ന് വെച്ചാൽ എടുത്തോണ്ട് കൊടുക്ക്. നിങ്ങൾ ഉണ്ടാക്കിയൊന്നും ഞങ്ങൾക്ക് വേണ്ട. അല്ലേ, എന്തോടി വെച്ചേ? ഞങ്ങൾക്ക് തീണ്ടല്ലോ ഉണ്ടോ? ആ, ഉണ്ട്. അതെ, എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. അതൊക്കെ എടുത്ത് മാറ്റിക്കേ. പിന്നെ നിന്റെ കെട്ടിയ സായിപ്പില്ലയോ ചപ്പാത്തി ഉണ്ടാക്കായി? കൊച്ചേ, ആ ചോറ് വല്ലതും എടുത്തോണ്ട് കൊടുക്ക്. ഇന്ന് അടുക്കള ഒഴിയത്തില്ല. അച്ചായനെ മട്ടനൊക്കെ മേടിച്ച് വെച്ചേക്കുവാ. വൈകിട്ടേ
ഇവിടെ പാർട്ടിയാ പാർട്ടി, അറിയാമോ? പാർട്ടിയോ? ആ ആ, അറിഞ്ഞിട്ടോ അറിയാതെ നടക്കുക കെട്ടിയാനും കെട്ടിയോളൂ. ആൻസിമോളും അച്ഛനോടെ കോടതി പോയത് എന്തിനാ? ഡൈവേഴ്സ്. അപ്പൊ പിന്നെ ആഘോഷിക്കാതിരിക്കാൻ പറ്റോടി? അതെങ്ങനെയാ? കൊച്ചുങ്ങൾ ചേച്ചിക്ക് കിട്ടിയാലേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. കിട്ടുമെന്ന് എന്താ ഉറപ്പ്? എങ്ങനെ? അയ്യേ, പെറ്റ തള്ളയ്ക്ക് കൊച്ചുങ്ങളെ കൊടുക്കാതിരിക്കാനേ അത് ചന്ത വെച്ചേക്കുമല്ല, വില വാങ്ങി വിൽക്കാൻ. ആ വില പറഞ്ഞു തന്നെ ഉണ്ടോ? അവരുടെ തന്തേ ആ കൊച്ചുങ്ങളെ അന്തസ്സായി അവിടെ കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യും. ഡേ ആനി, നിന്റെ ചേച്ചിയും കൊച്ചാപ്പനോടെ തെണ്ടിത്തിരിഞ്ഞെങ്കിൽ വരും. കുറച്ചൊന്നും അല്ല അവളുടെ നേളിപ്പ്. ആരാടി? ബേബി ചായന. ഹലോ, ആ കൊച്ചിന്റെ അമ്മേ, എന്തായി ബേബിച്ച കോടതിയില്? കൊച്ചിന്റെ പ്രാർത്ഥന ഫലിച്ചുട്ടാ. ആണോ? വിധി വന്നു. കൊച്ചിന് രണ്ടിനെയും കൂടി അനന്തന് കൊടുത്തു. ഏ ആണോ? അച്ചായ, കൊച്ചുങ്ങളെ നമുക്ക് കിട്ടിയെന്ന്. നമുക്കെന്ന് വെച്ചാ ആൻസിക്കോ? ആൻസിക്കല്ല, അനന്തേട്ടന്. ആ എന്നിട്ട് ബേബിച്ച? എന്നിട്ട് എന്താവാനാ? നിന്റെ ചേച്ചിയും കൊച്ചാപ്പനും കൂടിയിട്ട് പോയി ചാവണതല്ലേ നല്ലത്. ഇഞ്ഞവളെ എങ്ങോട്ട് പോവും? ഇങ്ങോട്ട് തന്നെ വരുമായിരിക്കും അല്ലേ? വരും, അവിടെ തന്നെ വരും. അവളുടെ വക്കീല KGS കൂട്ടിയിട്ട് അവൾ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പൊ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വീട് അനന്തേട്ടന് തന്നെ ആയിരിക്കുന്നാണല്ലോ. അയ്യോ, അവിടെ ആട്ടൊരു കുഴപ്പം. കോടതിക്ക് ഒരു കൈപ്പിഴ പറ്റി. അതെന്തോ?